പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ ഒരു നോൺ ഇൻവെർട്ടർ ആംപ്ലിഫയറിൽ ഓപ്പ് ആമ്പ് സിസ്റ്റത്തിൽ അതിൻ്റെ ഇൻവെർട്ടർ വഴി ഫ്രീക്വൻസി ആഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ അന്ന് ഞാനൊരു മിഡ് വോയിസിൻ്റെത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. ഇതിലിപ്പോൾ ഒരു ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പം ഇപ്പോൾ ട്യൂട്ടോടെ ഇരിക്കുകയാണല്ലോ. അപ്പം ഇത് ഹൈ ഫ്രീക്വൻസി ഞാൻ ഓഫ് ചെയ്തു. കണ്ടോ, ഹൈ ഫ്രീക്വൻസി ഇതാണ്. ഇപ്പോൾ ഇതൊരു ട്രബിൾ വോയിസാണ്, കേൾക്കാമല്ലോ. ഞാൻ ഈ ട്രബിൾ ഓഫ് ചെയ്യാണ്. ഇതാ പോയി, ഹൈ ഫ്രീക്വൻസി പോയി. ഇത് ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ബോർഡാണ്. ഇതിന് ഈസിയാണ്. സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, ഹൈ ഫ്രീക്വൻസി ഔട്ട് ചെയ്യുന്നു ഇതുവഴി. കണ്ടല്ലോ, ഇതുപോലെ ഹൈ ഫ്രീക്വൻസി ഔട്ട് ചെയ്തതിന് ശേഷം ഇതുവഴി ഔട്ടാവും. ഈ ഐ സിക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഹൈ ഫ്രീക്വൻസി ഔട്ട് ചെയ്ത് ഒരു സ്വിച്ച് വഴി ഞാൻ ഈ നോൺ ഇൻവെർട്ടറിൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു വയർ കൊടുത്തിട്ട്, അതാണ് ഈ സ്വിച്ച്. ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓഫ് ചെയ്യുമ്പോൾ പോവും. കണ്ടോ, അപ്പോൾ ഹൈ ഫ്രീക്വൻസിയുടെ ബോർഡായി. അടുത്ത് ലോ ഫ്രീക്വൻസി. ഇത് ലോ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സപ്ലൈ വോൾട്ടേജ് കൊടുത്തതിന് ശേഷം ലോ ഫ്രീക്വൻസി ഔട്ട് ചെയ്ത്, ഇത് ഭയങ്കര ഹെവി ബേസ് ആയതുകൊണ്ടാണ് ഇതിന് ഞാൻ ഇവിടെ കൺട്രോൾ കൊടുത്തേക്കുന്നത്. ഇത് ലോ ഫ്രീക്വൻസിക്ക് നിർമ്മിച്ച ബോർഡാണല്ലോ അത്. അതുപോലെ വയറിട്ടതായി കണക്ട് ചെയ്തിരിക്കണം. ഒറ്റ ഫ്രീക്വൻസി സപ്ലൈ എടുക്കുക, അവിടെ നിന്ന് ലോ ഫ്രീക്വൻസി എടുക്കുക, കൊണ്ടുവന്ന് അതേ ഇൻവെർട്ടർ പോയിൻ്റിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹെവി ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൺട്രോൾ ഇട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടിപ്പോകുന്നത്. ഇവിടെ ചാടുന്നുണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഫ്രീക്വൻസി ആഡ് ചെയ്യുന്ന സിസ്റ്റം. ഈക്വലൈസർ എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തേക്കാം, പക്ഷേ ഇത് ഈക്വലൈസർ അല്ല. ഇത് നമ്മുടെ പബ്ലിക് അഡ്രസ്സിനും ഗാനമേളയ്ക്കൊക്കെ എക്സ്ട്രാ ചാനൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന 3 വേ സിസ്റ്റത്തിൻ്റെ ലോയും ഹൈയും ആണ്. ഇതിൻ്റെ മിഡാണ് അന്ന് ഞാൻ സർക്യൂട്ട് വരച്ച് കാണിച്ചിരുന്നത്. ഒരു നോൺ ഇൻവെർട്ടർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ചെയ്ത ശേഷം അതിൻ്റെ ഇൻവെർട്ടർ വഴി ഫ്രീക്വൻസി ആഡ് ചെയ്യുന്ന രീതിയാണിത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു വീഡിയോ.